ശ്രീ ജി.കെ. സുരേഷ് ബാബു, ഈ മാറാട് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. 2002 ജനുവരിയിലായിരുന്നു ഒന്നാം മാറാട് കലാപം എന്ന് പറയുന്ന ഇപ്പോൾ പറയപ്പെടുന്ന കലാപം നടന്നതും 2002 മെയ് 3-ന് കേരളത്തെ ഞെട്ടിച്ച ഏകപക്ഷീയമായൊരു കൂട്ടക്കൊല തന്നെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ CPM ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വന്നാൽ വീണ്ടും മാറാട് കലാപം ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ അന്ന് മാറാട് കൂട്ടക്കൊല ഉണ്ടായതിനു ശേഷം അവിടുത്തെ ഇരകൾക്കെതിരെ നിൽക്കുന്നൊരു ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവരെല്ലാവരും പറയുന്നത് ഇതിനൊപ്പം നിന്നതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ആരെങ്കിലും ഒരാളുടെ കൊലപാതകത്തിന് പ്രതികാരമായിട്ടുണ്ടായ സംഭവമായിരുന്നു സത്യത്തിൽ? അങ്ങനെ ഒരു പ്രചാരണമാണ് കൂടുതൽ നടക്കുന്നത്. അല്ല, ഇപ്പോൾ നടക്കുന്നത് സത്യത്തിൽ സത്യം മൂടി വെക്കാനുള്ള ശ്രമമാണ്. ആദ്യത്തേത് കലാപം ആയിരുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട്. അവിടെ സാഗർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിലെ എൻ്റെ പുതുവത്സരാഘോഷത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ടീസ് ചെയ്തതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നെ അത് സംഘർഷത്തിലേക്കാവുകയും സംഘർഷം ഉണ്ടായി. 3 ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട 3 പേരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 2 പേരും മരിച്ചു. അത് ശരിക്കും കലാപമായിരുന്നു, പരസ്പരം ഏറ്റുമുട്ടി അവിടെ. അപ്പോൾ പരസ്പരം ഏറ്റുമുട്ടി അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ 1-ാം വാർഷികത്തിന് തന്നെ തിരിച്ചടിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ, ജിഹാദികൾ വ്യക്തമായ ആസൂത്രണം നടത്തിയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ തോമസ് പി ജോസഫിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ രേഖകളും തെളിവുകളും വന്നിട്ടുണ്ട്. ഈ അൽ ഉമ്മ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ജിഹാദി ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ 1-ാം വാർഷികത്തിൻ്റെ ദിവസം തന്നെ തിരിച്ചടിക്കാനാണ് ആസൂത്രണം നടന്നത്. അതിനുവേണ്ടി വൻതോതിൽ അവിടേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്നു. അനുമതിയില്ലാതെ മാറാട് കടപ്പുറത്തൊരു പള്ളി പണിതു. പഞ്ചായത്തിൻ്റെ അനുമതിയില്ല. ഇത് അനുമതിയില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകാർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അപ്പോൾ അത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോലും ഇത് പള്ളിയല്ല, താൽക്കാലിക ഷെഡാണെന്ന് പറഞ്ഞു. പക്ഷേ താൽക്കാലിക ഷെഡല്ല അവിടെ പണിതത് പള്ളി തന്നെയായിരുന്നു. അപ്പോൾ ഈ പള്ളിയിലാണ് ആയുധങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പള്ളിയിലേക്ക് ആയുധങ്ങൾ ഒഴുകുന്നു, ഓട്ടോറിക്ഷയിൽ ആയുധങ്ങൾ കൊണ്ടുവരുന്നു, വാളുകളും മറ്റും കൊണ്ടുവരുന്നു. മാറാട് വെറ്റിനറി ആസ്പത്രിയുടെ മുകളിലെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ബോംബ് കണ്ടെത്തുന്നു. ഈ സംഭവങ്ങളൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് ബേസ്ലെസ് ആണെന്നും ഇതിൽ കാര്യമില്ലെന്നുമാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമായ നിലപാടെടുത്തത്. ഒന്ന് സഞ്ജീവ് കുമാർ പട്ജോഷി എന്ന് പറയുന്ന അന്നത്തെ പോലീസ് കമ്മീഷണർ, 2 മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ മുസ്ലിം ലീഗിൻ്റെ ശുപാർശയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പാർശ്വവർത്തി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അടിമ എന്ന് അവിടെ പേര് കേട്ടിരുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് കമ്മീഷണർ. അദ്ദേഹമാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിൽ SP ആയി ഇതിൻ്റെ അന്വേഷണത്തിലൊക്കെ സഹകരിക്കുകയും ചെയ്തു. ഈ അബ്ദുറഹീം മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ജിഹാദി ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ അബ്ദുറഹീമിന് പങ്കുണ്ടായിരുന്നു. അബ്ദുറഹീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച കമ്മീഷൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ മുഴുവൻ അവിടെ ഒഴുകിയെത്തുകയും കലാപം അല്ല, ഗറില്ല ആക്രമണമാണ് നടന്നതെന്ന് അന്നത്തെ പിന്നീട് പോലീസ് കമ്മീഷണറായിട്ട് വന്ന TK വിനോദ് കുമാർ മാറാട് അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഗറില്ല ആക്രമണമാണ് നടന്നത്. ഗറില്ല ആക്രമണമാണ് നടന്നതെന്ന് പറയാൻ കാരണം മാറാട് നിന്ന് ഈ സംഭവം 2ാമത്തെ ഈ ആക്രമണം അല്ലെങ്കിൽ കൂട്ടക്കൊല നടക്കുന്ന ദിവസം മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും കല്യാണം, മറ്റേ വീടിൻ്റെ പാലുകാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവ സ്ഥലത്തു നിന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ഒഴിവാക്കിയിട്ട് കടപ്പുറത്തേക്ക് കയറി വന്ന അക്രമകാരികൾ കടപ്പുറത്ത് വെറുതെ കിടന്നിരുന്നവർ, വല നന്നാക്കിക്കൊണ്ടിരുന്നവർ അടക്കമുള്ള പാവപ്പെട്ട ആൾക്കാരെ മുഴുവൻ വെട്ടിക്കൊല്ലുമായിരുന്നു. പ്രായം നോക്കിയില്ല. വെറും 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ ഇരകളായി. 8 പേരെ വെട്ടിക്കൊന്നു. 9ാമത്തെ ഒരു മുസ്ലിം മരിച്ചത് കലാപകാരികളുടെ തന്നെ വെട്ടേറ്റിട്ടാണ്, അല്ലാതെ ആരും പ്രതിക്രിയ ചെയ്തിട്ടല്ല. അപ്പോൾ ഈ കടപ്പുറത്ത് നിന്ന് ആൾക്കാർ ഈ നേരത്തെ ഉണ്ടായ മാറാട് 1-ാം കലാപവുമായിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അതിനകത്ത് പങ്കാളികളായ ആൾക്കാരെ കൊല്ലുകയാണെങ്കിൽ
കലാപമായിരുന്നു എന്ന് പറയാം. ഇതല്ല, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ വ്യാപകമായി ആക്രമണം നടത്തിയിട്ട് പരമാവധി ആൾക്കാരെ കൊല്ലുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടി.കെ. വിനോദ് കുമാർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇറ്റ് വാസ് എ ഗറില്ല വാർഫെയർ എന്ന്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേജ് 153 വിനോദ് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഗറില്ല ആക്രമണമാണ് നടന്നതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് കലാപമാകുന്നത്? ഭരണ സംവിധാനം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ അൽ ഉമ്മയും NDF-ഉം അടക്കമുള്ള ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനകൾ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയാണ് മാറാട്ട് നടന്നത്.